വയനാട് കള്ളാടി ദുരന്തത്തിലെ വീഴ്ചകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി സംസ്ഥാന സർക്കാർ. കരാർ കമ്പനിയെ കുറ്റപ്പെടുത്തി സർക്കാർ കോടതിയിൽ റിപ്പോർട്ട് നൽകി. കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചതായി മണ്ണ് നീക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും കരാർ കമ്പനി പാലിച്ചില്ലെന്ന് സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നു. ഹർജി ഉടൻ കോടതി പരിഗണിക്കും. സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, മണ്ണ് നീക്കുന്ന അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ ഉള്ള ഒരു സ്ഥലം കൃത്യമായി ഈ കമ്പനിക്ക് അനുവദിച്ചിരുന്നോ? അക്കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഈ കരാർ കമ്പനിയെ മാത്രം കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയുമോ? സാലി, ഇത് ഹർജി ഇപ്പോൾ കോടതി പരിഗണിച്ചു, അവസാനിച്ചു. അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അക്കാലത്ത് സ്വമേധയായി എടുത്തൊരു കേസ്, ഒരു ഹർജിയുണ്ട് ഹൈക്കോടതിയുടെ. ജസ്റ്റിസ് എ കെ ജയശങ്കർ എന്ന പേരും ജസ്റ്റിസ് എ കെ പ്രീതയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്ന ഒരു കേസാണത്. ആ കേസ് ഇന്ന് അല്പം മുമ്പ് പരിഗണിച്ചു. ആ പരിഗണിക്കുന്നതിന് മുമ്പായി സർക്കാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. അതിനുശേഷം കോടതി ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനു മുൻപ് തന്നെ ഒരു റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിലാണ് ഈ കരാർ കമ്പനിയെ പഴിക്കുന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഈ മണ്ണ് ഇവിടെ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ദുരന്ത മുന്നറിയിപ്പ് നൽകിയിരുന്നു. അങ്ങനെ മണ്ണ് അവിടെ ശേഖരിക്കരുത് എന്ന് സർക്കാർ ഈ കരാർ കമ്പനിയെ അറിയിച്ചിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് കമ്പനി അവഗണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കരാർ കമ്പനിയുടെ വീഴ്ചയാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നതാണ് സർക്കാർ ഇപ്പോൾ പ്രാഥമികമായി അറിയിക്കുന്നു എന്ന് ആ റിപ്പോർട്ടിൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനായി 2 കമ്മിറ്റികൾ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായി ഒരു കമ്മിറ്റി, പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായി മറ്റൊരു കമ്മിറ്റി. ഈ 2 കമ്മിറ്റികളും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് കോടതിയെ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജൂൺ 5 മുതൽ തന്നെ ഈ തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിർത്തിവെച്ചിരുന്നതാണ്. ഈ മഴയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ രൂപപ്പെട്ടു വന്ന കാലഘട്ടത്തിൽ തന്നെ സമയത്ത് തന്നെ നിർമ്മാണം നിർത്തിവെക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണ് അനധികൃതമായി അവിടെ മണ്ണ് ശേഖരിച്ചത് സംബന്ധിച്ച് അത് നീക്കം ചെയ്യണം എന്നത് സംബന്ധിച്ചൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അത് കരാർ കമ്പനി പാലിച്ചില്ല എന്ന് പ്രാഥമികമായി കോടതിയെ അറിയിക്കുന്നു എന്നാണ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിലേക്ക് കോടതി ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ നേരിട്ട് കടന്നില്ല. ഈ കേസ് എടുത്തപ്പോൾ തന്നെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസിനോട് കോടതി ചോദിച്ചത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് കോടതി ചില നിർദ്ദേശങ്ങൾ നടത്തി. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകണം. അപ്പോൾ സർക്കാർ ശേഖർ കുര്യാക്കോസ് അറിയിച്ചത്, ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട്, എംബാം ചെയ്ത് മൃതദേഹം കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു, അത് ഉടൻ പൂർത്തിയാക്കുമെന്നതാണ്. കോടതി രണ്ടാമത് പറഞ്ഞത് പരിക്കേറ്റവർക്ക് പറഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരിൽ നിന്ന് ചികിത്സയ്ക്ക് പണം വാങ്ങരുത് എന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്കൊപ്പം നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന്റെ കാര്യത്തിൽ കൂടി പരിഗണന വേണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ മിസ്സിംഗ് പേഴ്സൺ കണ്ടെത്താനുള്ളവരുടെ പരിശോധന തുടരുന്നു എന്നാണ് സർക്കാർ കോടതി അറിയിച്ചത്. ഏതായാലും അത് പുരോഗമിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി പരിശോധനകളും രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. അപ്പോ ഈ അമിക്കസ് ക്യൂറി ചില വാദങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു, അവിടെ ഉണ്ടായ ചില വീഴ്ചകളെ സംബന്ധിച്ച്. അപ്പൊ കോടതി പറഞ്ഞ് ഏതായാലും ഇപ്പൊ ദുരന്തം നടന്നു, ആ ദുരന്തത്തിന്റെ തൊട്ടടുത്ത നിമിഷം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇപ്പൊ പരിശോധിക്കാം. മൃതദേഹങ്ങൾ വിട്ടു നൽകുക, പരിക്കേറ്റവർക്ക് ചികിത്സ ലഭ്യമാക്കുക, കാണാതായവരെ കണ്ടെത്തുക, രക്ഷാപ്രവർത്തനം നടത്തുക, ഈ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാം. അത് പൂർത്തിയായതിനു ശേഷം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച കേസെടുക്കാം. കേസെടുക്കുമ്പോൾ സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാവരും അമിക്കസ് ക്യൂറിയും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്ന് കോടതി അറിയിക്കണം. അതിന് ശേഷം നമുക്ക് വിശദമായി കാര്യം പരിശോധിക്കാം എന്ന് പറഞ്ഞ് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായും ദുരന്തവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്താം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സാലി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.